പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പേര് ജയൻ പടിയത്ത്. തൃശ്ശൂർ ജില്ലയിൽ തളിക്കുളം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ഭാര്യയും 2 മക്കളും കൂടിയ ഒരു ചെറിയ കുടുംബമാണ് എൻ്റേത്. ഭാര്യ മരിച്ചുപോയി 9 വർഷമായി. ഇപ്പോൾ ഞാനും എൻ്റെ 2 മക്കളും കൂടിയാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. തറവാട്ട് വക പതിച്ചു കിട്ടിയ 5 സെൻറ്റ് സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അതിൽ 450 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടുണ്ട്. അതും പകുതി ഭാഗം ഗവൺമെൻറ് അധീനതയിൽ പെട്ടിട്ടാണ് ഈ വീട് പണിതിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ കാഞ്ഞാണി കുടുംബ ക്ഷേത്ര കൂട്ടായ്മയുടെ ഭാഗമായി സ്നേഹതീരത്ത് വെച്ച് എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എന്നെ പൊന്നാട അണിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇരിഞ്ഞാലക്കുട സഹൃദ കൂട്ടായ്മയുടെ ഭാഗമായി ഒരു പുരസ്കാരം തന്നിരിക്കുന്നു. ഈ പുരസ്കാരം ഞാൻ തളിക്കുളത്തിനു വേണ്ടി സമർപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ പുരസ്കാരം കണ്ടുവല്ലോ. എന്നെ ഫേസ്ബുക്കിലൂടെ ആളുകൾ വായിച്ചിട്ടാണ് ഈ പുരസ്കാരം എനിക്ക് തരാൻ കാരണം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ കൊളങ്ങര ബിജു മുഖാന്തരമാണ് ഈ പുരസ്കാരം എനിക്ക് തരാൻ കഴിഞ്ഞിട്ടുള്ളത്. ജയൻ പടിയത്ത് ആരാണെന്ന് അവർക്കറിയാത്തത് കൊണ്ട് തളിക്കുളത്ത് ഇങ്ങനൊരു ആളുണ്ടല്ലോ, ജയൻ പടിയത്ത് എന്ന് പറഞ്ഞ ആൾ, അയാൾക്കൊരു പുരസ്കാരം കൊടുക്കണമെന്നും അയാൾ ആദരിക്കണമെന്നും എൻ്റെ കൂട്ടുകാരൻ ബിജുവിനോട് ചോദിച്ചു. അപ്പോഴാണ് അവർ എന്നെ തിരഞ്ഞു വരാൻ കാരണം. അപ്പോൾ ഈ പുരസ്കാരം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. എൻ്റെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിൽ ഒരു നിമിഷമാണ് ഈ പുരസ്കാരം കിട്ടിയ ആ നിമിഷം. തളിക്കുളം ഓഹോ ബീച്ചിൽ വെച്ച് ഈ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ചടങ്ങിൽ വെച്ചാണ് എനിക്ക് പുരസ്കാരം തന്നിട്ടുള്ളത്. ഈ പുരസ്കാരം തരുവാൻ വേണ്ടി സുരേഷ് മാപ്രാണം എന്ന കവിയും കാളി കരിങ്കാളി എന്ന പാട്ടെഴുതിയിട്ടുള്ള കവിയും നോവലിസ്റ്റും പാട്ടെഴുതുന്ന ആളുകളും സംഗീതം ചെയ്യുന്ന ആളുകളും പിന്നെ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ചടങ്ങിൽ. എന്നാൽ തളിക്കുളത്തുള്ള ഒരാൾ പോലും ഈ ചടങ്ങിന് വേദിയാകാൻ ആരും എത്തിയില്ല. അതാണ് എന്നെ കുഴയ്ക്കുന്ന ആകൊരു ചോദ്യം. ഞാനിത്രയും അധപ്പതനത്തിൽ കിടന്നിട്ട് എന്നെ കൈ പിടിച്ചുയർത്തുവാൻ ഈ ഇരിഞ്ഞാലക്കുട സഹൃദ കൂട്ടായ്മ മുന്നോട്ട് വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എൻ്റെ
സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുത്ത ഈ സാഹിത്യലോകം ആണ് ഇന്ന് എനിക്കുള്ളത്. എന്നെ ആര് കൈപിടിച്ചുയർത്തുവാനോ അല്ലെങ്കിൽ നേർവഴിക്ക് നടത്തുവാനോ ആരും ഇതുവരെ മുന്നോട്ട് വന്നിരുന്നില്ല. അപ്പോൾ ഈ പുരസ്കാരം കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ പല വ്യക്തികളും പല മഹാന്മാരും തളിക്കുളത്തുണ്ട്. ആരും എന്നെ ഒരു കൈപിടിച്ച് ഉയർത്തുവാൻ ആരും ശ്രമിച്ചിട്ടില്ല. അതിലെനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. അപ്പോൾ ഈ പുരസ്കാരം തരുന്നതിന് മുമ്പ് ഞാൻ പുരസ്കാരം തരുന്ന ആളുകളോട് സംസാരിച്ചു. എനിക്ക് ഈ പുരസ്കാരം നിങ്ങൾ ഇപ്പോൾ തരരുത്. കാരണം തളിക്കുളത്തുള്ള നല്ല ആളുകളുണ്ട്, സാഹിത്യന്മാരുണ്ട്, കവികളുണ്ട്, പിന്നെ പ്രാസംഗികരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, എല്ലാവരുമുണ്ട്. അവരെ കരുതരിച്ച് കാണിക്കുക ഒരു ഇത് നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ എന്നോട് പറഞ്ഞത്, പടിയത്തിന് ഇപ്പം കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത്. കാരണം ഇനി ഞങ്ങൾക്കിതുപോലെ സംഘടിക്കുവാനോ വരുവാനോ സാധിക്കില്ല. അതുകൊണ്ട് പടിയത്ത് ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള പല കഥകളും ഇന്ന് വെളിച്ചം കാണാതെ കിടക്കുകയാണ്. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഞാൻ എഴുതിയിട്ടുള്ള കഥകളെല്ലാം ബുക്കാക്കി ഇറക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഫേസ്ബുക്കിൽ എഴുതി പോസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഭാവി ഇരുള് അടഞ്ഞു എന്ന് പറയാം. ഒരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോറി വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ഫേസ്ബുക്കിൽ ഞങ്ങൾ ഇങ്ങനൊരു ഇത് കാണുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് പറയുക എന്നാണ് അവർ പറയുക. അപ്പോൾ ഫേസ്ബുക്കിലൂടെ ഞാൻ എൻ്റെ ഭാവി ഇരുളടഞ്ഞു പോയി എന്ന് കരുതാം. കാരണം നിരവധി കഥകളും ചെറുകഥകളും ഒരു നോവലും ഒരു സീരിയൽ കഥയും ഒരു സിനിമാ കഥയും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. സിനിമാ കഥ നമ്മുടെ ഇവിടെ സ്നേഹതീരം ബീച്ചിൽ വെച്ച് അതിൻ്റെ മൊബൈൽ ടെസ്റ്റ് എടുത്തിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അതിൽ അഭിനയിച്ചിട്ടുള്ള നടന്മാരൊക്കെ പിന്മാറിപ്പോയി. കാരണം പൈസയാണല്ലോ ഏറ്റവും വലുത്. അതുകൊണ്ടായിരിക്കും അവരെല്ലാം പിന്മാറിപ്പോയത്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു പോന്ന ഒരു വ്യക്തിയാണ്. അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരായിരുന്നു. കാരണം അച്ഛൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണ രീതിയായിരുന്നു അന്ന് ഞങ്ങൾക്ക് അച്ഛൻ തന്നിരുന്നത്. ഞങ്ങളുടെ ഭാഗത്ത് ഏറ്റവും അധികം ആദ്യം ഓടിട്ട വീടുകൾ ഉണ്ടായിരുന്നത് 2 വീടുകൾ മാത്രമാണ്. ഞങ്ങളുടെ വീടും മറ്റൊരു വീടുമാണ് ഇവിടെ രവിനഗർ എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ വളരെ പിടിവാശിക്കാരനായിരുന്നു. ശാന്തശീലനാണെങ്കിലും അച്ഛൻ പറഞ്ഞ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ അച്ഛൻ എന്താണ് കയ്യിൽ കിട്ടുന്നത് അതെടുത്ത് ഉപദ്രവിക്കും. എന്നെ വളരെ ക്രൂരമായിട്ടൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു ദിവസം എന്നെ കയ്യിലിരിക്കുന്ന ചെറിയ അമ്മിക്കുഴ കൊണ്ട് വരെ എന്നെ എറിഞ്ഞിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഞാൻ കുനിഞ്ഞത് കൊണ്ട് അമ്മിക്കുഴ എൻ്റെ തലയുടെ മുകളിലേക്ക് കൂടെ പോയി.
അന്ന് അച്ഛനെ പേടിച്ച് ഞാൻ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ അച്ഛനെ കുറേ നാൾ കഴിഞ്ഞാലും അച്ഛൻ്റെ സ്വഭാവ രീതിയിൽ നിന്നൊരു മാറ്റം വന്നില്ല. കാരണം വെച്ചാൽ ദേഷ്യം വന്നാൽ നല്ല അടിയടിക്കും. അപ്പോൾ എൻ്റെ താഴെയുള്ള കുട്ടികളാണ്, 3 പെൺപിള്ളേരായിരുന്നു എൻ്റെ താഴെയുള്ളത്, ഒരു അനിയനും. അവരൊക്കെ നോക്കി വളർത്തേണ്ട ചുമതല എനിക്കായിരുന്നു. അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ രോഗിയായി മാറി. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം അവിടെ വെച്ച് അവസാനിച്ചു. ഇവരെ എങ്ങനെയും നല്ല നിലയിലെത്തിക്കണമെന്ന് കരുതി ഞാൻ എൻ്റെ വിദ്യാഭ്യാസം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഒരാൾ ലെക്ചറായി, ഒരാൾ ടൈലറായി, ലേഡി ഡ്രസ്സ് തയ്ക്കുന്ന ആളായി. ഒരാൾ കൂടുതൽ പഠിക്കാതെ, ഒരാൾ മെക്കാനിക്കായി. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അപ്പോൾ അച്ഛനൊക്കെ എന്നെ വളരെ കർശനമായിട്ട് അടിക്കുമ്പോഴും അല്ലെങ്കിൽ ആ വേദന ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. പിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന കൂട്ടുകാരൊക്കെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, അല്ലെങ്കിൽ എന്നെ ചീത്ത പറയുക, വഴക്ക് പറയുക, അമ്മാവന്മാർ വഴക്ക് പറയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തിരിച്ചു തല്ലാൻ കഴിയാത്ത ആളുകളെ ഞാൻ എൻ്റെ മനസ്സിലിട്ട് തീ കൊടുക്കും. ആ വേദന എനിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഞാൻ യാത്ര പോവും. അതായത് വെച്ചാൽ വീട്ടിൽ നിന്നിറങ്ങി എവിടേക്കാണ് പോകേണ്ടതെന്നും ഒരു നിശ്ചയമില്ല. ആദ്യം കാണുന്ന ബസ്സിൽ കയറി എവിടേക്കെങ്കിലും പോവും. അപ്പോൾ ബസ്സിലിരുന്ന് കാറ്റ് കൊള്ളുമ്പോൾ നമ്മുടെ വീർപ്പ് മുട്ടുമല്ലോ, ബസ്സിലിരുന്ന് കാറ്റ് കൊള്ളുമ്പോൾ. അപ്പോൾ നമുക്ക് വീർപ്പ് മുട്ടും. അപ്പോൾ മനസ്സിൻ്റെ വേദന കുറയും. ഈ പോക്കിൽ, ഈ യാത്ര പോകുന്ന വഴിയിൽ, സ്ഥലത്ത് ഓരോ സ്റ്റോപ്പിലും ബസ്സുകൾ നിർത്താറുണ്ട്. ബസ് ഓടിപ്പോകുമ്പോൾ ഒരേ ആളുകളെയും കാണാറുണ്ട്. താടി വെച്ചിട്ടുള്ള ആളുകൾ, മുഷിഞ്ഞ വേഷം ധരിച്ചിട്ടുള്ള ആളുകൾ, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ആളുകൾ, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന സ്ത്രീകൾ, ഭിക്ഷ യാചിക്കുന്നവർ, ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നവർ, ഇവരെല്ലാവരും എൻ്റെ മനസ്സിൻ്റെ ഫ്രെയിമിൽ ഒരു തങ്ങി നിൽക്കും. അങ്ങനെ ഓർമ്മയിൽ നിന്ന് ഓർമ്മയുടെ ഹിരിശൃംഗങ്ങളിൽ നിന്ന് എഴുതിയിട്ടുള്ള ഒരു കഥയായിരുന്നു മുല്ലപ്പൂക്കൾ എന്ന കഥ. ഇത് ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഫേസ്ബുക്ക് തടഞ്ഞു വെച്ചു. എന്തുകൊണ്ടാണെന്ന് തടഞ്ഞു വെച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ സ്റ്റോറി എൻ്റെ ഒരു പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. പേപ്പറിൽ വന്നപ്പോൾ ഇത് സ്റ്റോറി വായിച്ചിട്ട് പല ആൾക്കാരും വിളിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ നിരന്തരം എന്നെ വിളിച്ചിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് കാണല്ലോ, എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എൻ്റെ അളിയൻ്റെ കഥ എഴുതാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു. ഞാനാകെ അപ്സെറ്റായി പോയി. കാരണം ഞാനൊരാളെ കഥ ഇതുവരെ എഴുതിയിട്ടില്ല, ജീവിതകഥ. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ, എൻ്റെ അളിയൻ്റെ കഥയാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്, നിങ്ങൾ എഴുതാനെന്ത് കാരണം ചോദിച്ചു. അപ്പം ഞാൻ അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ മൂപ്പര് അത് അടങ്ങിയില്ല. അയാൾ തിരിച്ചു പോയി ദേഷ്യം കൊണ്ട്. അപ്പം മുല്ലപ്പൂക്കൾ എന്ന് പറഞ്ഞ കഥ ഒരു ക്യാൻസർ രോഗിയുടെ കഥയായിരുന്നു. വളരെ പാവപ്പെട്ട വീട്ടിലൊരു അയാളുടെ ഭാര്യയുണ്ട്, അമ്മയുണ്ട്. അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഒരു മകനുണ്ട്.
ഇയാളുടെ ഭാര്യ ഇയാൾക്ക് ക്യാൻസർ രോഗം വന്ന് കൂടുതലായപ്പോൾ ഇയാളുടെ ഭാര്യ വേറൊരു അവളുടെ ബന്ധത്തിൽപ്പെട്ടുള്ള അമ്മാവൻ്റെ മകനായിട്ട് പ്രേമമായി. അങ്ങനെ അവള് ഇവൻ്റെ കൂടെ പോയി. അപ്പോൾ ഇവള് തനിച്ചായി, ഇവൻ തനിച്ചായി. വീട്ടിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലായി. ഒന്നും നോക്കാനോ അന്വേഷിക്കാനോ വയസ്സായ അമ്മേന്. അപ്പം ക്യാൻസർ രോഗം ബാധിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലം ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടാണ് ഇവർ മരുന്നും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. പക്ഷേ അവസാന ഘട്ടത്തിൽ ഇത് തിരിച്ചടയ്ക്കാൻ പറ്റാണ്ടായപ്പോൾ ബാങ്കിൽ ജപ്തി വന്നു. ജപ്തി വന്നപ്പോൾ ഇയാൾ മരിക്കുന്ന ദിവസമാണ് ഈ ജപ്തി ബാങ്കിലുള്ള ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം തൊണ്ടയിൽ ഇയാൾക്ക് ക്യാൻസറായിരുന്നു. അപ്പോൾ ചുമരിൽ ഇയാൾ കിടക്കുന്ന കട്ടിലിൻ്റെ എതിർവശത്ത് മുകളിലായിട്ട് ഭാര്യയുടെ ഇയാളുടെ മകൻ്റെ ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോ നോക്കി ഇന്ന് കരയുമ്പോഴാണ് കണ്ണുനീര് ഇങ്ങനെ പോകണം. അപ്പോൾ അമ്മ വന്നിട്ട് ചോദിച്ചു, എന്തിനാ മോനെ കരയണ്? മോൻ കരയില്ലേ? അപ്പോൾ ഒരു ചോദ്യഭാഗത്തിൽ തന്നെ ഇയാളുടെ ഭാര്യനെ നോക്കി. അപ്പം അമ്മ പറഞ്ഞു, മോൻ കരയണ്ട, അവരെ കൊണ്ടുവരാൻ ആളെ വിട്ടിട്ടുണ്ട്, അവർ വരാതിരിക്കില്ല. അപ്പോൾ ബാങ്കിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ഇയാളുടെ അവസ്ഥ കണ്ടപ്പോൾ പോയി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. അങ്ങനെ ഇയാളുടെ ഭാര്യ വരുമ്പോൾ ഇയാൾ മരിക്കാൻ കിടക്കുന്നു, ജീവൻ പോവാൻ കിടക്കുന്നു. ഭാര്യ വന്നിട്ട് ഇയാളെ വിളിച്ചതോടുകൂടി ഇയാൾ കണ്ണു വന്ന് ഇയാളെ നോക്കി. ഇയാളങ്ങനെ കാറ്റ് പോയി മരിച്ചു. ഈ കഥയായിരുന്നു ഞാൻ എഴുതിയ മുല്ലപ്പൂക്കൾ. പക്ഷേ ഈ കഥേനെ അനുബന്ധിച്ച് കുറേ വിമർശനങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്, ഓരോരുത്തരുടെ ജീവിതകഥയിൽ നിന്ന് അറിഞ്ഞിട്ട്. അതുപോലെ തന്നെ സ്നേഹഗോപുരം എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടായിരുന്നു. ഒരു ബിൽഡിങ് പണിയുന്ന ഒരു എൻജിനീയറെ കഥയാണ്. ഈ കഥ പേപ്പറിൽ വന്നിട്ടുള്ള കഥയാണ്. ഈ പേപ്പറിലെ കഥ അത് വായിച്ചിട്ട് ഒരു എൻജിനീയറും അയാളുടെ ഭാര്യയും കൂടി വന്നിരുന്നു എന്നെ തിരഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ കഥ ആണ് ഈ സ്നേഹഗോപുരം, ഈ കഥ എങ്ങനെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, എനിക്കറിയില്ല, ഞാനിത് എഴുതിയത് മാത്രം, എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളിൽ എഴുതുന്നത്, ഓർമ്മയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കഥ ഞാൻ എഴുതിയപ്പോൾ അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ മനസ്സിലായി തിരിച്ചുപോയി. സ്നേഹഗോപുരം എന്ന് പറഞ്ഞ കഥ ജീവിക്കാൻ മാർഗമില്ലാതെ നാട്ടിൽ കച്ചവടം ചെയ്ത് പൊളിഞ്ഞു, പാപ്ലീസായി. അങ്ങനെ ഗൾഫിലേക്ക് പോകണ്. എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ല നാട്ടിൽ. അങ്ങനെ ഗൾഫിൽ പോയിട്ട് ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ഈ ജോലി കിട്ടിയപ്പോൾ അവിടുത്തെ മാനേജർ ഇയാളെ ഒരു അറബിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വീട് പണിയാൻ ഏൽപ്പിച്ചു. അങ്ങനെ വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ എന്നും വീടിൻ്റെ എതിർവശത്ത് ജനാലിൻ്റെ അരിയിലൊരു പെൺകുട്ടി വന്ന് നിൽക്കാറുണ്ട്. നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണ്, നിറയെ മുടികളും നല്ല ഭംഗിയുള്ള പെൺകുട്ടിയാണ്. അങ്ങനെ ഇയാളെ നോക്കി നിൽക്കലാണ് പണി. ഈ പെൺകുട്ടിക്ക് എന്ന് വെച്ചാൽ ഇയാളുടെ എരിയത്ത് വരാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കഴിയില്ല. ഈ പെൺകുട്ടിക്ക് നടക്കാൻ പറ്റില്ല, കാലിന് സ്വാധീനമില്ല. അതുകൊണ്ടാണ് അവൾ അവിടെ നിന്നത് ഇയാളെ നോക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ആക്ഷൻ കാണിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അറബി കണ്ടിട്ട് ഇയാളെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ എന്താ എൻ്റെ മകളോട് ഇങ്ങനെ ആക്ഷൻ എടുത്ത് കാണിച്ച് സംസാരിക്കുന്നു, നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന് വെച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, ഞാൻ ഒരു സഹോദരിമാരെ കാണുന്ന പോലെ കാണിട്ടില്ല. അതല്ല, എനിക്ക് എൻ്റെ മകളെ നീ വിവാഹം കഴിക്കുമെന്ന് വെച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല, എൻ്റെ 3 സിസ്റ്റർമാർ കല്യാണം കഴിക്കാൻ നിൽക്കുന്നു, അവരെ വിവാഹം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സ്വസ്ഥതയുണ്ടാവുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നു, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പറഞ്ഞോടുകൂടി ഈ അറബിക്ക് ഇയാളോട് ദേഷ്യം തോന്നി. അങ്ങനെ അറബി ഇയാളും തമ്മിൽ അങ്ങോട്ട് വർത്താനായി. അറബി നേരിട്ട് മാനേജരെ പോയി കണ്ട് സംസാരിച്ച് ഇയാളെ നാട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അങ്ങനെ ഇയാൾ നാട്ടിലേക്ക് പോകണ്. അതിന് ഈ എൻജിനീയറിംഗ് കഥ ഞാൻ എഴുതിയത്. ഇത് എഴുതിയപ്പോഴാണ് ഈ
ഈ എഞ്ചിനീയർ വന്നിട്ട് എന്നെ ഒരു ജാതി വർത്താനമൊക്കെ പറഞ്ഞ് അയാളുടെ കഥ എന്നൊക്കെ പറഞ്ഞ് എന്നെ വീഴ്ച സ്ഥലത്തിലൊക്കെ സംസാരിച്ച് എൻ്റെ അടുത്ത്. അപ്പം ഞാനൊരു വ്യക്തിയെക്കുറിച്ചോ ഒരാളെക്കുറിച്ചോ ഒന്നും എഴുതിയിട്ടില്ല, ഇതുവരെ എഴുതിയിട്ടില്ല. അപ്പോൾ കടപ്പുറത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. കടൽ തിര വന്ന് തീരത്തിന് മായ്ക്കുമ്പോൾ നടന്ന കാലടിപ്പാടുകളുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ആളുകൾ നടന്നിട്ടുള്ള പാടുകളുണ്ടാവും. അത് തിര വന്ന് മാച്ചു പോവും. അപ്പം കടപ്പുറത്ത് നടക്കുന്ന പല ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഈ കടപ്പുറത്ത് വന്ന് നടക്കുന്ന ആളുകളെ നമ്മൾ നടന്നു പോകുമ്പോൾ ചില ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ മണ്ണ് വാരി കഴിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ ശൃംഗാരം പറയുന്നുണ്ടാവും, ചില ആൾക്കാർ കെട്ടിപ്പിടിച്ച് നടക്കുന്നുണ്ടാവും. അങ്ങനെ വിവിധ ഭാവങ്ങളുള്ള ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ പറ്റും കടപ്പുറത്ത്. അത് 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 അങ്ങനെയാണ് ഞാനൊരു സ്റ്റോറി എഴുതിയത്. ആ സ്റ്റോറി എഴുതിയപ്പോൾ ഇതേമാതിരി തന്നെ ഒരു ആൾ വന്നിട്ട് എന്നെ ചോദിച്ചു, ഇത് എൻ്റെ കഥയാണല്ലോ, എന്തിനാണ് നിങ്ങൾ എൻ്റെ കഥ എഴുതിയതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കഥ ഒന്നല്ല, ഇത് നിങ്ങൾക്ക് തെറ്റ് പറ്റിയാണ്, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തതാണ്. അപ്പം കുട്ടികളില്ലാത്തൊരു സ്ത്രീയുടെ കഥയായിരുന്നു. സേതുമാധവൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പം ഈ കഥാപാത്രം സേതുമാധവന് ഈ പെണ്ണായിട്ട് ഭയങ്കര പ്രായമായി. അയാൾ ബോംബെയിലേക്ക് പോയി ജോലിക്ക് വേണ്ടിയിട്ട് കാർ മെക്കാനിക്കൽ കമ്പനിയിൽ ജോലി കിട്ടി. പിന്നെ നാട്ടിലേക്ക് വരാൻ വൈകി. അപ്പോൾ ഈ പെണ്ണിന് പുതിയൊരു വിവാഹബന്ധം വന്നു. അച്ഛൻ്റെ നിർബന്ധപ്രകാരം കല്യാണം കഴിച്ചു. അങ്ങനെ ഈ സേതുമാധവനും ഈ പെണ്ണുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം കടപ്പുറത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. കടപ്പുറത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ആ സ്ത്രീ ചോദിക്കുന്നു, എനിക്ക് സേതുമാധവനെ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല. ഒരു ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ആദ്യ രാത്രി തന്നെ ഭർത്താവ് മദ്യപിച്ചിട്ടാണ് മുറിയിൽ കടന്നു വന്നത്. അതോടുകൂടി എൻ്റെ മനസ്സ് ഇതായി, ചത്ത പോലെയായി. ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊരു സുഖം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് ഒരു കുഞ്ഞിനെ ആവശ്യമാണ്. കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കണമെന്നില്ല, ഞാൻ വളർത്തിക്കോളാം സേതുവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് സേതുവിനെ പറഞ്ഞ് കരഞ്ഞിട്ട് പെണ്ണ് കരയും. എന്നിട്ട് സേതുമാധവൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് 2 പിള്ളേരുണ്ട്, ശരിയാവില്ല, നീ എൻ്റെ അയാളെ കൂടെ തന്നെ താമസിക്കുമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ പറഞ്ഞു, സേതുമാധവൻ എന്നെ ഉപേക്ഷിക്കുന്നത് വെച്ചാൽ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല, മരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സ്റ്റോറി എഴുതിയിട്ട് ഇയാളൊരു ജന്മം പോലും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വിഷമില്ല. അത് ഇയാളുടെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് എന്നെ ഇതാക്കണം. അപ്പോൾ സ്റ്റോറികൾ പലതും എഴുതിയിട്ടുണ്ട്. പല ആൾക്കാരുടെ ജീവിത രീതിയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോറികളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പക്ഷേ ചില ആൾക്കാർക്ക് തോന്നും അവരുടെ ജീവിതകഥയാണ് ഇന്ന്. അപ്പോൾ അതിനെല്ലാം തരണം ചെയ്ത് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും വരരുത്. കാരണം ഒരു കഥാപാത്രത്തിനെ പേരിട്ട് വിളിച്ചാൽ മാത്രമേ പേരും തറവാട്ട് കായലും പേരും കഥാപാത്രത്തിൻ്റെ ഭാവങ്ങളും അയാളുടെ ചലനങ്ങളൊക്കെ എഴുതിയാൽ മാത്രമേ ഒരു കഥയുടെ ജീവനുണ്ടാവുള്ളൂ, കഥാപാത്രത്തിന് ജീവനുണ്ടാവുള്ളൂ. അപ്പം അതുപോലുള്ള കഥാപാത്രത്തിൻ്റെ ഭാവങ്ങളൊക്കെ കൂടിയാണ് ഞാൻ ഈ സ്റ്റോറികളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതകഥയായിട്ട് തോന്നും, അത് എൻ്റെ തെറ്റല്ല. അപ്പോൾ എന്നെ കൈപിടിച്ചുയർത്താനുണ്ടായിരുന്ന മാപ്രാണം ഇരിഞ്ഞാലക്കുട സ്വദേശികളായ
ആളുകളാണ്. അപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുള്ള സുരേഷ് മാപ്രാണും പിന്നെ മറ്റുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ നന്ദിയും നമസ്കാരം പറയുന്നു. ജയൻ പടിയത്ത് തളിക്കുളം.